സൗത്ത് ആഫ്രിക്കയിൽ 2 കമ്പറ്റീറ്റേഴ്സ്, 2 ഷൂ കമ്പനീസ് അവരവരുടെ സെയിൽസ്മാനെ ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് അയച്ചു മാർക്കറ്റ് പൊട്ടൻഷ്യൽ സ്റ്റഡി ചെയ്യാൻ. അതായത് അവിടെ പോയി കാര്യങ്ങൾ നിരീക്ഷിച്ച് അവിടെ എന്തോരം മാർക്കറ്റ് ഉണ്ട് ഇതൊക്കെ പഠിച്ചു പോവാം, അതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് കയറ്റിവിടാം. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ആള് അവിടെ ആ ഗ്രാമത്തിലെത്തി. അവിടെ എത്തി കണ്ടപ്പോൾ അവിടെ ഒരുത്തനും ഷൂ ധരിക്കുന്നില്ല, ഒരുത്തനും ചെരുപ്പിടുന്നില്ല. ഇത് കണ്ടപ്പോൾ ആളാകെ നിരാശനായി. അതായത് ഇവിടെ ആർക്കും ഷൂ വേണ്ട, അപ്പോൾ ഇവിടെ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ വളരെ നിരാശനായിട്ട് ആൾ അവിടെ അടുത്ത് പോയിട്ട് കമ്പനിക്ക് ടെലിഗ്രാം അയച്ചു. ഇറ്റ്സ് എ ഡിസാസ്റ്റർ, അതായത് ഇവിടെ ഒരു കാര്യമില്ല, ഇവിടെ ആരും ഷൂ ധരിക്കാറില്ല, അപ്പോൾ പ്രൊഡക്ഷനൊക്കെ നിർത്തിക്കോ എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ കമ്പനിയുടെ ആള് അതേ ഗ്രാമത്തിൽ പോയപ്പോൾ ആള് തുള്ളിച്ചാടി. അതായത് ആള് ഹാപ്പിയായി. ആള് പറഞ്ഞത് ഇവിടെ ഒരുത്തനും ഷൂ ഇടാറില്ല, അപ്പോൾ എത്രയാണ് ഡബിൾ ദ പ്രൊഡക്ഷൻ, ഉണ്ടാക്കുന്നത് ഡബിൾ ആക്കിക്കോ, കാരണം ഇവിടെ എല്ലാവർക്കും ഷൂ നൽകാൻ കഴിയും, എല്ലാവരെ കൊണ്ടും ഷൂ മേടിപ്പിക്കാൻ. ആളവിടെ കണ്ടത് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ്. നമ്മുടെ മൂഡിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തിനെ കാണുന്നത് അത് തന്നെ ഇമ്പാക്റ്റ് ചെയ്യും. ആദ്യത്തെ ആൾ കണ്ടത് ഒരു പ്രോബ്ലമാണ്, ഒരു ചാലഞ്ചാണ്. അത് കണ്ടപ്പോൾ തന്നെ ആൾ നിരാശനായി, ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ലോ ആയി. ആളെടുത്ത ഡിസിഷനോ ഇവിടേക്ക് ഷൂസൊന്നും കയറ്റി വിടണ്ട, ഇവിടെ കാര്യമില്ല. എന്നാൽ രണ്ടാമത്തെ ആൾ കണ്ടത് ഓപ്പർച്യൂണിറ്റിയാണ്. ആൾ ഹാപ്പിയായി, ആളുടെ മൂഡ് എലിവേറ്റായി. ആളെടുത്ത ഡിസിഷനോ ഇവിടെ ഓപ്പർച്യൂണിറ്റി, ഒരുപാട് ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റിയാണ്, പ്രൊഡക്ഷൻ കൂട്ടിക്കോ, നമുക്കിവിടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡ് അല്ലേ, ഒരു മൈൻഡ് സെറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഓട്ടോമാറ്റിക് തിങ്കിങ് ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന തോന്നലുകൾ, ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ്. നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെ കണ്ട് മനസ്സിലാക്കുന്നത്, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്.